യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിൽ എന്താണ്? സമ്പുഷ്ടീകരണ യുറേനിയം ഇറാൻ പൂർണ്ണമായും യുഎസിന് കൈമാറും എന്ന വ്യവസ്ഥ അവർ അംഗീകരിച്ചിട്ടുണ്ടോ? ഹോർമുസ് കടലിടുക്കിന് നിയന്ത്രണം വിട്ടുകൊടുക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടോ? സൗജന്യമായി എണ്ണ നൽകുമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടോ? ട്രംപിന്റെ ഏറ്റവും പുതിയ അവകാശവാദങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ അംഗീകരിച്ചാൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന രണ്ടാം ഘട്ട ചർച്ചയിൽ താൻ നേരിട്ട് വന്ന് കരാർ ഒപ്പിടുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള സാധ്യത വളരെ വിദൂരമാണ്. ഇതുവരെ ഇറാന്റെ ഔദ്യോഗികമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. മറ്റൊന്ന്, തൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ലോകത്തെ 10ാമത്തെ യുദ്ധവും അവസാനിപ്പിച്ചു എന്നുള്ള അവകാശവാദവും ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് ലെബനനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ ഈ സമാധാന കരാർ താൻ ഒപ്പിടിയിപ്പിച്ചു എന്ന് പറഞ്ഞ് 1 മണിക്കൂറിനകം ലെബനിലേക്ക് കനത്ത ഷെല്ലാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഏതാണ്ട് 5ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, സ്ത്രീകൾ ഉൾപ്പെടെ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഹോർമുസിൽ ഒപ്പം ഉപരോധം അമേരിക്ക കടുപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള വ്യവസ്ഥകളുമില്ലാത്ത, ഒരു ഉറപ്പുമില്ലാത്ത ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ട്രംപ് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ലെബനിലേക്ക് ഷെല്ലാക്രമണം തുടർന്ന ഇസ്രായേൽ, 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള ലോഞ്ചറുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം. ആക്രമണം വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്ന് 1 മണിക്കൂർ തികയും മുമ്പ്. താൻ 10ാം യുദ്ധവും അവസാനിപ്പിച്ചുവെന്ന അവകാശവാദവുമായി ട്രംപ്. പ്രഖ്യാപനം ലെബനൻ ഇസ്രായേൽ വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്കായി US പ്രതിനിധി സംഘത്തെ നിയോഗിച്ചു. ഇറാന് മുന്നിൽ വീണ്ടും ഉപാധികൾ വെച്ച് ട്രംപ്. സമ്പുഷ്ട യുറേനിയം കൈമാറാൻ ഇറാൻ സമ്മതിച്ചുവെന്ന അവകാശവാദം. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകി. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനും ഇറാൻ തയ്യാറെന്ന് ട്രംപ്. സൗജന്യമായി എണ്ണ നൽകാനുള്ള വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുമെന്നും അവകാശവാദം. ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണം. വ്യവസ്ഥകൾ അംഗീകരിച്ചെന്ന് സ്ഥിരീകരിക്കാതെ ഇറാൻ 2 പ്രധാന ഉപാധികൾ വെച്ചെന്ന് വിവരം. ഉപരോധം പിൻവലിച്ച് പൂർണ്ണമായ നിലയിൽ ഹോർമുസ് തുറക്കണം. ചർച്ചയ്ക്കെത്തുന്ന അമേരിക്കൻ സംഘത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരം നൽകണമെന്നും ഇറാൻ. പുതിയ ചർച്ചയ്ക്കുള്ള തീയതി ആയില്ലെന്ന് പാകിസ്ഥാൻ. വെടിനിർത്തൽ ലംഘിച്ച് റഷ്യ. യുക്രൈനിൽ അതിരൂക്ഷ ആക്രമണം. 700 മിസൈലുകളും ഡ്രോണുകളും അയച്ചു. 17 ജീവനുകൾ നഷ്ടം. യുക്രൈന്റെ തിരിച്ചടിയിൽ 2 മരണം. ലോകം കടന്നുപോകുന്നത് ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയിലൂടെയെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മേധാവി. ഇന്ധന വിതരണം തടസ്സപ്പെട്ടത് ആഗോളതലത്തിൽ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. യൂറോപ്പിൽ അവശേഷിക്കുന്നത് 6 ആഴ്ചത്തേക്കുള്ള വിമാന ഇന്ധനം മാത്രം. ഇന്ത്യക്കും ചൈനയ്ക്കും ജപ്പാനും പ്രതിസന്ധി. സാമ്പത്തിക വളർച്ചയെ തളർത്തും. പണപ്പെരുപ്പം കുതിച്ചുയരും. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്ന് വോട്ടെടുപ്പ്. ബിൽ പാസ്സാകാൻ വേണ്ടത് 360 MPമാരുടെ പിന്തുണ. പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ഇതിന്റെ ഭരണത്തിൽ പ്രതിഷേധം തുടരാൻ വിദ്യാർത്ഥികൾ. കോളേജിലെ പഠനം ബഹിഷ്കരിച്ച് ഇന്നും സമരം. തെളിവെടുപ്പിനായി ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി. ആരോപണ വിധേയരായ അധ്യാപകർ ഇപ്പോഴും ഒളിവിൽ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പരസ്യ പ്രതികരണത്തിന് ഹൈക്കമാൻഡിന്റെ വിലക്ക്. മുതിർന്ന നേതാക്കൾ സംയമനം പാലിക്കണമെന്ന് നിർദ്ദേശം. ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിക്ക്. പോക്സോ കേസിൽ കുംഭമേള വൈറൽ താരത്തിന്റെ മൊഴിയെടുക്കാൻ മധ്യപ്രദേശ് പോലീസ്. അന്വേഷണ സംഘം കൊച്ചിയിൽ. പ്രായപൂർത്തിയായെന്നും മധ്യപ്രദേശ് പോലീസിന് വിട്ടുകൊടുക്കരുതെന്നും വൈറൽ താരം. വിനോദ് കാംബ്ലിക്ക് പിന്തുണയുമായി സച്ചിൻ തെണ്ടുൽക്കർ. കാംബ്ലിയെ സഹായിക്കാൻ രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ സച്ചിനും പങ്കുചേർന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി കാംബ്ലി തുടരുന്നു. സമാധാന കരാറിലേക്ക് അടുക്കുകയാണെന്ന അവകാശവാദവുമായി വീണ്ടും ട്രംപ്. സമ്പുഷ്ട യുറേനിയം കൈമാറാമെന്നാണ് ഇറാൻ സമ്മതിച്ചു എന്ന് ട്രംപ് പറയുന്നത്. ന്യൂക്ലിയർ ഡസ്റ്റ് തിരികെ നൽകാം എന്നവർ സമ്മതിച്ചു എന്നാണ് തൻ്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ട്രംപ് പറയുന്നത്. ആണവായുധ മോഹം ഇറാൻ ഉപേക്ഷിക്കും. അതുമാത്രമല്ല 20 വർഷം എന്നുള്ള കണക്കും, അതുമാത്രമല്ല 20-ന് മുകളിൽ സമയം
ഇനിയുള്ള ഭാവിയിൽ ഒരിക്കലും ആണവായുധങ്ങളുമായി ഇറാൻ മുന്നോട്ട് വരില്ല, ആണവ സാമഗ്രികൾ കൈമാറും എന്നും ട്രംപ് പറയുന്നു. ഒപ്പം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്ന് ലോകരാജ്യങ്ങൾക്ക് നൽകാൻ ഇറാൻ യാതൊരു ഉപാധികളുമില്ലാതെ സമ്മതിച്ചു എന്നും ട്രംപ് പറയുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗജന്യമായി എണ്ണ നൽകുമെന്ന ഉറപ്പും അമേരിക്കയ്ക്ക് ഇറാൻ നൽകിയിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ നേരിട്ട് താൻ ഇസ്ലാമാബാദിലെത്തി കരാറിൽ ഒപ്പുവെച്ചു. പക്ഷേ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണം. ഇതൊക്കെ ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നത് വീണ്ടും ആക്രമണം എന്ന് തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇറാൻ അംഗീകരിക്കാൻ പറ്റുന്ന ആവശ്യങ്ങളാണോ ഇതൊക്കെ നേരത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. ഈ ട്രംപ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങളിലൂന്നിയാണ് ഈ തർക്കം ഇങ്ങനെ തുടരുകയും യുദ്ധത്തിലേക്കും മറ്റും എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് അംഗീകരിക്കത്തക്ക രീതിയിൽ ഒരു തരത്തിലും ഇറാൻ അനുവദിക്കാൻ ഇടയില്ലല്ലോ. ഒരിക്കലുമില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ചതല്ലാതെ ഇറാൻ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുള്ളതായിട്ട് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതെല്ലാം ട്രംപ് പല കാലയളവിൽ പല അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പുതിയൊരു അവകാശവാദമായി മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ചർച്ചകൾ വഴിമുടങ്ങി പോകാനുള്ള പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കാരണങ്ങളിലൊന്നായിരുന്നു ഈ ആണവോർജം സംബന്ധിച്ചുള്ള വിഷയം. അതായത് US ഇറാന് മുന്നിൽ വെച്ച ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് അടുത്ത 20 വർഷത്തേക്ക് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളത്. 2015 അമേരിക്കയും ഇറാനും തമ്മിലൊരു കരാറുണ്ടായിരുന്നു. അതിൽ നിന്ന് ട്രംപ് സ്വമേധയാ പിന്മാറിയാണ് ഇപ്പോഴുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഉപാധിയിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ട്രംപ് പറയുന്നത് 20 വർഷത്തേക്ക് ഒരു ആണവോർജം ഇറാൻ കൈവശം വെക്കാൻ പാടില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ട്രംപ് പുതുതായി ഉന്നയിക്കുന്ന അവകാശവാദം എന്ന് പറയുന്നത് 20 വർഷമെന്നല്ല, ഇനി ഒരിക്കലും ഭാവിയിൽ ഒരിക്കലും ഇറാൻ ആണവായുധം കൈവശം വയ്ക്കരുത് എന്നുള്ള ഒരു കരാറിലേക്കാണ് നിലവിൽ എത്തിച്ചേരാൻ പോകുന്നത്. അത് സംബന്ധിച്ച് ഇറാൻ നിലവിൽ പല വ്യവസ്ഥകളും സമ്മതിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം ഈ വ്യവസ്ഥയും അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ചർച്ച വഴിമുറങ്ങി പോയത് ഇറാൻ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ തന്നെയായിരുന്നു. ഇറാൻ പറയുന്നത് ഈ 20 വർഷമൊന്നും തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അടുത്ത 5 വർഷത്തേക്ക് ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്നൊരു വ്യവസ്ഥയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അത് അമേരിക്കയ്ക്ക് ഒരിക്കലും സ്വീകാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ ചർച്ച പാതി വഴിയിൽ ഈ പരാജയപ്പെടാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം. നിലവിൽ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ 20 വർഷം എന്നല്ല, ഇനി ഒരിക്കലും ആണവായുധം കൈവശം ഇറാൻ വയ്ക്കില്ല. അതുപോലെ അമേരിക്ക അവരുടെ നിരവധി B2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ആണവ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. അപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ന്യൂക്ലിയർ ഡസ്റ്റ്, അതുപോലെ തന്നെ അവരുടെ കൈവശമുള്ള ഇറാന്റെ കൈവശമുള്ള യുറേനിയം, അത്തരം കാര്യങ്ങളെല്ലാം US കൈമാറണം. അത്തരം ഒരു വ്യവസ്ഥകളാണ് ട്രംപ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇറാൻ ആദ്യഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല. കഴിഞ്ഞ തവണത്തെ ചർച്ചകൾ മുടങ്ങി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ഇത്തരം കടുംപിടുത്തങ്ങളായിരുന്നു. 5 വർഷം എന്നുള്ള ഒരു സമയപരിധി ഇറാൻ പറഞ്ഞിട്ടും അത് അംഗീകരിച്ചില്ല. ഇപ്പോഴിതാ വീണ്ടും 20 വർഷം എന്നല്ല, ഇനി ഒരിക്കലും ഇറാൻ ആണവായുധം കൈവശം വയ്ക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇറാൻ അംഗീകരിക്കാനുള്ള സാധ്യത അത് വളരെയധികം കുറവാണ്. പിന്നെ ഹോർമുസിന്റെ വിഷയം, അതൊക്കെ ഇതൊക്കെ ഇറാൻ പിന്നീടും കുറച്ചെങ്കിലും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യവസ്ഥ യാതൊരു ഉപാധികളുമില്ലാതെ ഹോർമുസ് തുറക്കണമെന്നതാണ്. പക്ഷേ ഇറാൻ പറയുന്നത് IRGCയുടെ ഒരു നിയന്ത്രണം ഹോർമുസിൽ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഹോർമുസ് അടക്കമുള്ള പല വിഷയങ്ങളിലും പിന്നെയും വിട്ടുവീഴ്ച ഉണ്ടായാലും ഈ ആണവായുധം സംബന്ധിച്ചുള്ള വിഷയം അത് ഇറാൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ 2 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് പാകിസ്ഥാനോടാണ് ഇത്തരത്തിൽ 2 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ ഇറാനിലെത്തിയിരുന്നു. അപ്പോൾ അസീം മുനീറിനോടും ഇറാൻ തങ്ങളുടെ പുതുതായിട്ടുള്ള അടുത്ത ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി തങ്ങൾക്ക് പറയാനുള്ള 2 ഉപാധികൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ കഴിഞ്ഞ തവണ ചർച്ചയ്ക്ക് വന്ന അമേരിക്കയുടെ പ്രതിനിധി സംഘത്തിന് തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലായിരുന്നു.
ആ അവകാശം അവർക്ക് നൽകണം. കാരണം ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളിൽ അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് കാര്യങ്ങൾക്കൊരു ധാരണ എത്തണം എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. മറ്റൊന്ന്, ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഉപരോധം അത് പിൻവലിക്കണം. ഇതാണ് ഇറാൻ്റെ ആവശ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ നമുക്കറിയാം 15 കരാറുകൾ, 15 നിർദ്ദേശങ്ങൾ അമേരിക്ക നേരത്തെ മുന്നോട്ട് വെക്കുന്നു. അതിന് പകരമായി 10 നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വെക്കുന്നു. അത് ധാരണയിലെത്താതെ ഒന്നാം ഘട്ട ചർച്ച പിരിയുന്നു. ഇപ്പോൾ അമേരിക്ക ഇങ്ങോട്ട് 3 നിർദ്ദേശം വെക്കുകയാണ്. അതായത് ഒന്ന്, സൗജന്യമായി എണ്ണ നൽകണം എന്ന് ട്രംപ് പറയുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും അമേരിക്ക കൈമാറണം എന്ന് പറയുന്നു. ഹോർമുസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾക്ക് നൽകണമെന്ന് പറയുന്നു. ഇത് മൂന്നും ഇറാൻ സമ്മതിക്കാൻ തരമില്ല. തിരിച്ച് അങ്ങോട്ട് പറയുന്ന 2 കാര്യങ്ങളിൽ വേണമെങ്കിൽ ഒരെണ്ണം സമ്മതിക്കാം, മറ്റൊന്ന് വളരെ പ്രധാനമാണ്, ഉപരോധം അവസാനിപ്പിക്കുക. പക്ഷേ എന്തെങ്കിലും ഉറപ്പുകളില്ലാതെ അമേരിക്ക ഇതിനും സമ്മതിക്കാൻ സാധ്യതയില്ല. അപ്പോൾ വീണ്ടും പ്രതിസന്ധികൾ പാകിസ്ഥാന് മുന്നിൽ കൂടുകയാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒരു മധ്യസ്ഥന്റെ റോൾ വഹിക്കുന്നത് അത് നമുക്കറിയാം. അവർ പലതവണ അത്തരമൊരു മുഖം മൂടി എടുത്തണിഞ്ഞിട്ടുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉൾപ്പെടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചതാണ് പാകിസ്ഥാനിലുള്ള ഭീകര കേന്ദ്രങ്ങൾ, അതുപോലെ എങ്ങനെയാണ് അവർ ലോകത്തിലേക്ക് ഒരു ഭീകര കയറ്റുമതിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നത് എന്നെല്ലാം ഇന്ത്യ തുറന്നു കാണിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീകരതയ്ക്ക് വളം നൽകുന്ന രാജ്യം എന്നുള്ള അവരുടെ ഇമേജിൽ നിന്ന് മാറി സമാധാനത്തിന്റെ ദൂതന്മാർ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിലൊക്കെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ ഇറാനിലെത്തിയത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ നിലവിൽ ഈ ചർച്ചയിൽ അടുത്ത ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് 2 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന US പ്രതിനിധികൾ അവർക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ കഴിഞ്ഞ തവണ തന്നെ JD വാൻസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. അതായത് അവർ നിരന്തരം ട്രംപുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷമായിരുന്നു ഇവിടെ അവർ തുടർ ചർച്ചകൾ നടത്തിയിരുന്നത്, തുടർ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. പക്ഷെ അങ്ങനെ നടക്കില്ല. പൂർണ്ണമായിട്ടും ഇവർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളുകളെ തന്നെ ചർച്ചയ്ക്ക് അയക്കണം എന്നതാണ് ഇറാന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫും അതുപോലെ തന്നെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ, പിന്നെ വിദേശകാര്യമന്ത്രി, ഇവരൊക്കെയാണ്. ഇവർക്കൊക്കെ സ്വയം തീരുമാനമെടുക്കാൻ പിന്നെയും സാധിക്കും. പക്ഷേ US-ന്റെ പ്രതിനിധികൾക്ക് ഇത്തരം ഒരു കാര്യം സാധിക്കില്ല. അപ്പോൾ അത് തന്നെയാണ് ഇറാൻ ഒരു ന്യൂനതയായിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇറാൻ പുതിയ ഉപാധികളായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. പക്ഷേ US-ന്റെ ഉപാധികൾ എന്ന് പറയുന്നത് ഈ ആണവോർജം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇത് രണ്ടും പരസ്പരമായിട്ടൊരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്ന വിഷയങ്ങളാണ്. ഇറാൻ ഒരിക്കലും സമ്മതിക്കാത്ത വിഷയമാണ് ഒന്ന് ഹോർമുസിന്റെ കാര്യം. ഹോർമുസിൽ അമേരിക്കൻ നിയന്ത്രണം എന്ന് പറയുന്നത് അത് ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോലും ആകാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് അത് ഇറാൻ സമ്മതിക്കാൻ സാധ്യതയില്ല. IRGCയുടെ ഒരു നേരിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ പോലും ഒരു അദൃശ്യ കരങ്ങൾ ഈ ഹോർമുസ് കടലിടുക്കിൽ വേണം എന്നത് ഇറാൻ ആഗ്രഹിക്കും. കാരണം അത് തന്നെയാണ് അവരുടെ സുരക്ഷയുടെ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ആണവോർജ്ജം സംബന്ധിച്ചുള്ള കാര്യം, അത് കഴിഞ്ഞ തവണ തന്നെ ഇറാൻ നയം വ്യക്തമാക്കിയതാണ്. 5 വർഷത്തേക്ക് വേണമെങ്കിൽ ആണവായുധം ഉണ്ടാക്കാതിരിക്കാം. പക്ഷെ അതിനുശേഷം ഇറാന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന ആണവോർജ്ജം സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഇത്തരം ഈ ട്രംപിന്റെ പുതിയ അവകാശവാദത്തിന് എത്ര സമയത്തെ ആയുസ്സുണ്ട് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അതിന് ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് ഇറാന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ആയുസ്സിനെ സംബന്ധിച്ചൊരു വ്യക്തത കിട്ടും. ഇതിനിടയിൽ ഇസ്രായേലിലും ലെബനനും തമ്മിൽ നമുക്കറിയാം, ഈ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണല്ലോ ഈ സമാധാന കരാറിൽ നിന്നും വെടിനിർത്തലിൽ നിന്നും മറ്റുമൊക്കെ ഒന്നാം ഘട്ട ചർച്ചയും മറ്റുമൊക്കെ പിറകോട്ട് വലിച്ചത്. ഇതിപ്പോൾ ട്രംപ് പറയുന്നത് താൻ ഇടപെട്ട് 10ാമത്തെ യുദ്ധവും അവസാനിപ്പിച്ചു, ഇസ്രായേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായി എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ന്യൂയോർക്ക് ടൈമാണ് നിലവിൽ വരും എന്നും ട്രംപ് പറയുന്നുണ്ട്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഇക്കാര്യം സംസാരിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രൂത്ത് സോഷ്യൽ ഇക്കാര്യം പങ്കുവെക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിസ്ബുള്ളയെക്കുറിച്ച്, ഹിസ്ബുള്ളയെ ആക്രമിക്കുമോ, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമണം നടത്തുമോ എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പ് പറയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് ഇത് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനകം തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം ലെബനനിൽ വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 5ഓളം ആളുകൾ ഇതിനകം മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്.
തുടർച്ചയായി ഖിയാം ഡിബൈൻ പട്ടണങ്ങൾ, ഈ ഖിയാമിലും ഡിബൈനിലും, ഖിയാം നമുക്ക് നേരത്തെ അറിയാം ഹിസ്ബുള്ളയുടെ തലസ്ഥാനം എന്നൊക്കെയാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഷെല്ലാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാവുകയാണ്. ദേശീയ വാർത്താ ഏജൻസി ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഒപ്പം ഹിസ്ബുള്ളയുടെ ലോഞ്ചറുകൾ ആക്രമിച്ചു എന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും ട്രംപ് പറയുന്നത് താൻ 10ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചു, 9 യുദ്ധങ്ങളും അവസാനിപ്പിച്ചതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നും മറ്റും പറയുന്ന ട്രംപ് പക്ഷേ ഇസ്രായേലിനെ ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നുള്ളതിൽ അല്പം പരാജയപ്പെടുന്നു എന്ന് വേണം കരുതാൻ. അജയ്, ഇപ്പോൾ ഈ ലെബനൻ ഇസ്രായേൽ 10 ദിവസത്തേക്കാണ് സമാധാന കരാർ എന്നുള്ളത്. നമുക്കറിയാം നേരത്തെയും ലെബനനെ നേരിട്ട് ആക്രമിക്കുകയല്ലാതെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നടത്തുന്ന ആക്രമണത്തിലാണ് പലപ്പോഴും സാധാരണക്കാർ കൊല്ലപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ആക്രമണങ്ങളുണ്ട്. US സമയം അനുസരിച്ചാണ് ഇന്ന് വൈകിട്ട് 5 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക. പക്ഷേ ഇപ്പോൾ ഈസ്റ്റേൺ ടൈം അനുസരിച്ച് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു വെടിനിർത്തൽ. ഇപ്പോൾ ഇന്ത്യൻ ടൈം അനുസരിച്ച് നോക്കിയാലും അല്ലെങ്കിൽ മറ്റ് ഇപ്പോ ഈ ലെബനിലുള്ള ടൈം അനുസരിച്ച് നോക്കിയാലും ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിന്റെ സജീവമായിട്ടുള്ള ഷെല്ലാക്രമണം ഉൾപ്പെടെ തെക്കൻ ലെബനിലുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും വ്യാപകമായിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത് ആക്രമണം ഇത്തരത്തിൽ ഇസ്രായേൽ തുടരുകയാണെങ്കിൽ തിരിച്ചടിക്കാനുള്ള അവകാശം ഹിസ്ബുള്ളയ്ക്കുണ്ട് എന്ന് അവർ അറിയിച്ചിരുന്നു. നേരത്തെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഹിസ്ബുള്ള അറിയിച്ചത് ഈ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിലും ഒരു വ്യക്തതയില്ലായ്മയുണ്ടല്ലോ. കാരണം ഹിസ്ബുള്ളയെ തുടർച്ചയായി ആക്രമിക്കും എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്, ഹിസ്ബുള്ള തിരിച്ച് ആക്രമിക്കുമെന്ന് പറയുന്നു. പക്ഷേ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ലെബനൻ പ്രധാനമന്ത്രി അടക്കം ഇക്കാര്യം സ്വാഗതം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ട്രംപ് പറഞ്ഞതുപോലെ ലെബനിലേക്കുള്ള ആക്രമണമൊന്നും ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ഹിസ്ബുള്ള ഈ സമയപരിധിക്ക്, അതായത് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഈ 10 ദിവസത്തെ പീരീഡിൽ ഹിസ്ബുള്ള ഒരു സംയമനം പാലിക്കണം എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. അതായത് ഹിസ്ബുള്ളയോട് ആക്രമിക്കരുതെന്ന് ട്രംപ് പറയുന്നു. അതേസമയം ഇസ്രായേൽ ഇവിടെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്നുള്ള ഒരു നയം തന്നെയാണ് പലപ്പോഴായി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും ഷെല്ലാക്രമണം അടക്കം രൂക്ഷമാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഈ വെടിനിർത്തൽ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. കാരണം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തന്നെയാണ് ഇസ്രായേൽ നേരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അവിടേക്ക് തന്നെ ഷെല്ലാക്രമണം തുടരുന്നത് കൊണ്ട് എന്താണ് അവർ ഇക്കാര്യം ഈ വെടിനിർത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. ട്രംപ് ഹിസ്ബുള്ളയോട് വെടിവെക്കരുതെന്ന് പറയുന്നു, അതേസമയം ഇസ്രായേലിന് വെടിവെക്കാമോ? അത്തരമൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിസ്ബുള്ള തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇതിനു മുൻപേ അവർ പറഞ്ഞിരുന്നത് ഈ വെടിനിർത്തൽ കാലയളവിൽ അവരുടെ നിരീക്ഷണം അത് ശക്തമായി തന്നെ തുടരും എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു. ഹിസ്ബുള്ളയും വെടിനിർത്തലിന് തയ്യാറായി രംഗത്ത് വന്നതുമാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ നിലവിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നു. വെടിനിർത്തൽ വന്നിട്ട് മണിക്കൂറുകളേറെയായി, പക്ഷെ ഇപ്പോഴും അത് തുടരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇനി അടുത്ത ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ച അത് ലെബനന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് ഔണും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നേരിട്ട് US-ൽ എത്തി നടത്തുന്ന ചർച്ചയാണ്. 34 വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന സുപ്രധാനമായിട്ടുള്ള ചർച്ച എന്ന് ട്രംപ് തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സമാധാനമില്ലാത്ത സാഹചര്യം തുടർന്നാൽ ആ ചർച്ചയുടെ ഭാവി എന്താകും? ഈ 10 ദിവസത്തെ വെടിനിർത്തൽ അതിന്റെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ള ചോദ്യങ്ങളും കൂടിയുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത് ട്രംപിന്റെ 2 അവകാശവാദങ്ങളാണ് ഇന്ന്. ഒന്ന്, ഞങ്ങൾ ഇറാനുമായി സമാധാന കരാറിലേക്ക് എത്തുന്നു, അതിന് നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പുറത്തെ 10ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു, അത് ലെബനനും ഇസ്രായേലും തമ്മിലുള്ളതാണ്. ഇത്തരത്തിലുള്ള കിറുക്കൻ പ്രഖ്യാപനങ്ങൾ ട്രംപിന്റെ ഭാഗത്തും തുടരുന്നു എന്നുള്ളതാണ് ആത്യന്തിക ഫലം. ഇതിനിടയിൽ ട്രംപിന്റെ പുതിയൊരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു. ഫോൺ സംഭാഷണം ഏറെ ക്രിയാത്മകമായിരുന്നു. മോദിയുമായി നന്നായി സംസാരിച്ചു. എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. ഒപ്പം മോദിയും ഈ വിഷയത്തിൽ ട്രംപുമായി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. രാജ്യാന്തര കടൽപ്പാതകൾ തുറന്നു കിടക്കേണ്ടതിൻ്റെ ആവശ്യകതയും മറ്റുമാണ് ചർച്ചയായത് എന്നും മോദി പറഞ്ഞിരുന്നു. ഒപ്പം സമാധാന ചർച്ചകൾക്കായി US വൈസ് പ്രസിഡന്റിനെയും JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ഡാൻ റെയ്സിൻ എന്നിവരുൾപ്പെടെയുള്ള ഒരു സംഘത്തെ കൂടി താൻ നിയോഗിച്ചിട്ടുണ്ട്. 9 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇസ്രായേൽ ലെബനും തമ്മിലുള്ളത് 10ാമത്തെയാണ്, നമുക്കത് നേടണം എന്നൊക്കെയാണ് ട്രംപിൻ്റെ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത്.
മറ്റൊരു വാർത്തയിലേക്ക്. രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നതിന്റെ പശ്ചാത്തലം കൂടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. US ഇറാൻ രണ്ടാം ഘട്ട സമാധാന ചർച്ച ഉടൻ നടന്നേക്കില്ല എന്നുള്ള സൂചനകൾ കൂടി ഇന്നലെ വന്ന പാകിസ്ഥാന്റെ ചില പരാമർശങ്ങളിൽ നിന്ന് ഉണ്ട്. അസിം മുനീർ ഇപ്പോൾ ഇറാനിൽ തുടരുന്ന പശ്ചാത്തലമുണ്ട്. ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് വരികയാണ്. അതിലൊരു ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല. ഒപ്പം ഹോർമുസിലെ വിഷയവും ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ദീർഘകാല കരാർ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അത് ഇരുപക്ഷവും കൂടുതൽ അടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും എപ്പോൾ എന്ന് എവിടെ വെച്ച് സമാധാന ചർച്ചകൾ എന്ന കാര്യത്തിൽ ഒരു ധാരണയില്ല. നമുക്കറിയാം, നേരത്തെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രണ്ടാം ഘട്ട ചർച്ച ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ പാകിസ്ഥാൻ നൽകിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ ഉപാധികൾ കേന്ദ്രീകരിച്ച് വേണം പുതിയ ചർച്ചയ്ക്ക് കളമൊരുക്കാൻ. അത് ഇപ്പോൾ പാകിസ്ഥാൻ സംഘം, ഇറാനിൽ തുടരുന്ന അസിം മുനീർ അടക്കമുള്ള പാകിസ്ഥാൻ സംഘം അവിടെ ഇറാനിലെ നേതാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പക്ഷേ അതിനോട് എത്രത്തോളം യോജിപ്പ് അവർക്കുണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതിനിടയിൽ ഇറാനെതിരെയുള്ള കപ്പൽ ഉപരോധം അമേരിക്ക വ്യാപിപ്പിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് നിയമവിരുദ്ധമെന്ന് കരുതുന്ന ചരക്കുകൾ ഉൾപ്പെടുത്തിയുള്ള ഉപരോധമാണിപ്പോൾ വിപുലീകരിച്ചിരിക്കുന്നത്. ഇറാൻ തീരത്തേക്ക് എത്തുമെന്ന് സംശയിക്കുന്ന ഏതു കപ്പലിനെയും തടഞ്ഞു നിർത്തും, പരിശോധിക്കും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. ആയുധങ്ങൾ, ആയുധ സംവിധാനങ്ങൾ, വെടിക്കോപ്പുകൾ, ആണവ വസ്തുക്കൾ, അസംസ്കൃത എണ്ണയും ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങളും, ഇരുമ്പ്, ഉരുക്ക്, അലൂമിനിയം, അങ്ങനെ നിരോധിതമായി US കരുതുന്ന വസ്തുക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അജയ്, ഇപ്പോൾ നമുക്കറിയാം ഉപരോധം തുടരുകയാണ്. US-ന്റെ വലിയ സേനാവിന്യാസം ഈ മേഖലയിലുണ്ട്. ഇതിനകം തന്നെ 14ഓളം കപ്പലുകളെ തിരിച്ചുവിട്ടു എന്ന് US പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഉപരോധം പാലിക്കാത്ത കപ്പലുകൾക്കെതിരെ സൈനിക ശേഷി ഉപയോഗിക്കുമെന്ന് വീണ്ടും അവർ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമുണ്ട്. നിരവധി കപ്പലുകൾ ഇതുവഴി പോകാൻ സാധിക്കാതെ മടങ്ങുന്നു എന്നുള്ളത് ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്, ഇറാനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ US-ന്റെ പ്രകോപനങ്ങൾ അത് തുടർച്ചയായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ അടുത്ത ഘട്ട ചർച്ചകൾ എപ്രകാരമാകും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ ഉപരോധം തുടർന്നുകൊണ്ട് ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് ചോദ്യമാണ്. കാരണം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികളിൽ തന്നെ പ്രധാനപ്പെട്ടത് US ഈ ഉപരോധം അവസാനിപ്പിക്കണം എന്നതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, CNN വേൾഡ് ആണ് ഇത്തരമൊരു വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ പോലും ഇറാനിയൻ ബന്ധമുള്ള കപ്പലുകൾ 4 എണ്ണം ഹോർമുസ് ക്രോസ് ചെയ്ത് പോയി എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. 4 കപ്പലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ വളരെ വലിയ ഒരു ഷിപ്പ്, റൈസ് എന്ന ഒരു കപ്പൽ ഇന്ത്യയിലേക്ക് കടക്കാൻ ആയി എന്നുള്ള ഒരു സന്തോഷകരമായ വിവരം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒരു 4 കപ്പലുകൾ എന്തായാലും ഇറാനിയൻ തീരത്ത് നിന്ന് നിലവിൽ ഹോർമുസ് കടന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ ഉപരോധം നിലവിൽ പൂർണ്ണമായിട്ടില്ല എന്നൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. നിരവധി കപ്പലുകളെ US തടഞ്ഞുവെങ്കിലും 4 കപ്പലുകൾ മേഖലയിലൂടെ കടന്നുപോയതായിട്ട് CNN വേൾഡ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഇത്തരമൊരു ഉപരോധം കൂടി പൊളിഞ്ഞു പോകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ചൈനീസ് കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി US ഉപരോധത്തെ വകവയ്ക്കാതെ കടന്നുപോയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും 4 കപ്പലുകൾ കൂടി ഇറാനിയൻ തീരത്ത് നിന്ന് ഹോർമുസ് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപരോധം അത് പൂർണ്ണമാകുന്നുമില്ല. നിരവധി കപ്പലുകൾ മേഖലയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. പക്ഷേ തീർച്ചയായും US-ന്റെ ഉപരോധം അത് ഇറാനെ സാമ്പത്തികമായി ഒന്ന് പിടിച്ചു കുലുക്കുന്നതുമാണ്. ഈ ഒരു ഭീഷണികളും ഉപരോധവും അതുപോലെ തന്നെ വൻ സൈനിക വിന്യാസം, ആയുധശേഷി, ഇതെല്ലാം വെച്ച് അമേരിക്ക ഭീഷണി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ അടുത്ത ഘട്ട ചർച്ചകൾ അതൊരു ചോദ്യം തന്നെയാണ്. ഇറാൻ ഈ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അമേരിക്ക താൽക്കാലികമായെങ്കിലും ഉപരോധം അവസാനിപ്പിക്കുമോ എന്നുള്ളത് നിലവിൽ വ്യക്തമായിട്ടില്ല. ട്രംപ് അത്തരം ഒരു സൂചനകളൊന്നും നൽകുന്നില്ല. ഉപരോധം തുടരും എന്ന് തന്നെയാണ് US-ന്റെ ഭാഗത്തു നിന്നുള്ള വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവെന്ന് തുടരുക. ഇതിനിടയിൽ നേരത്തെ റഷ്യയും യുക്രൈനും തമ്മിലുണ്ടായ യുദ്ധം നമുക്കറിയാം. ഈ യുദ്ധത്തിനിടയിൽ അതൊന്നും മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ഇടയ്ക്കൊരു വെടിനിർത്തൽ, ഈസ്റ്ററുമായൊക്കെ ബന്ധപ്പെട്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ വെടിനിർത്തൽ പൂർണ്ണമായും ഇപ്പോൾ ലംഘിച്ചിരിക്കുകയാണ് റഷ്യ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 700 മിസൈലുകളും നിരവധി ഡ്രോണുകളും കഴിഞ്ഞ ദിവസം യുക്രൈനിലേക്ക് റഷ്യ അയച്ചു.
17ഓളം ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. യുക്രൈൻ തിരിച്ചടിച്ചു, 2 മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആശങ്കാജനകമായ സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതിൽ 17 പേർ കൊല്ലപ്പെടുന്നു. തെക്കൻ തുറമുഖ നഗരമായ ഡൈസയിൽ 9 പേരും തലസ്ഥാനമായ കീവിൽ ഒരു കുട്ടി ഉൾപ്പെടെ 4 പേരും കൊല്ലപ്പെട്ടു. മധ്യനഗരമായ ഡിനിപ്രോയിലും 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ യുദ്ധം ഇതോടെ വീണ്ടും രൂക്ഷമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം റഷ്യൻ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് യുക്രൈൻ്റെ അതിശക്തമായ ഈ ക്രാസ്നേഡർ പോലെയുള്ള ചില പ്രധാനപ്പെട്ട നഗരങ്ങളുണ്ട്. ഇവിടെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സമാധാന നീക്കത്തിന് പിന്നാലെയാണ് ഇരുപക്ഷത്തിനും നിന്നും പരസ്പരം ഈ ആക്രമണങ്ങൾ സംഭവിക്കുന്നത്. വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നമുക്കറിയാം, ഈ ട്രംപ് പറഞ്ഞ ഈ 9 യുദ്ധങ്ങളിൽ ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധമാണ്. പക്ഷെ അതിപ്പോഴും തുടരുകയാണ്. ഒരു തരത്തിലുള്ള പിന്മാറ്റവും ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നില്ല. ഇപ്പോൾ ഈ റഷ്യയും വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ എണ്ണയടക്കമുള്ള കാര്യങ്ങളിൽ വീണ്ടും ആശങ്ക ഉണ്ടാകും. ലോകരാജ്യങ്ങൾ വീണ്ടും വലിയ കെടുതികളിലേക്ക് പോകും. ക്രൂഡ് വില ഇപ്പോൾ നിലവിൽ ഈ ലെവലിലെ വെടിനിർത്തൽ പ്രഖ്യാപനം കാരണമാകണം ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. $98.05 മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അത് തീർച്ചയായിട്ടും ഒരു ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിനോട് ഈ ക്രൂഡ് ഓയിൽ വിലയടക്കം പൊരുത്തപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ റഷ്യ യുക്രൈൻ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് $60 ആ ഒരു നിലവാരത്തിലൊക്കെ എത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം തന്നെയാണ് ക്രൂഡ് ഓയിൽ വില ഇത്രയധികം മുകളിലേക്ക് പോയത്. ഇപ്പോൾ ലെബനനിൽ വെടിനിർത്തൽ വന്നത് കാരണം 1% കുറഞ്ഞ $98 എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സംഘർഷം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ $100 മുകളിൽ പോയതാണ്. എന്തായാലും ഇപ്പോൾ ഒരു ഈസ്റ്റർ പ്രമാണിച്ചാണ് ഒരു വെടിനിർത്തൽ റഷ്യക്കും അതുപോലെ തന്നെ യുക്രൈനും ഇടയിൽ വന്നിരുന്നത്. അമേരിക്കയുടെ ഒരു സമ്മർദ്ദവും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ മധ്യസ്ഥത കാരണം തന്നെയാണ് ഇത്തരമൊരു വെടിനിർത്തലിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. കഴിഞ്ഞ തവണയും ഇത്തരമൊരു വെടിനിർത്തൽ ഈസ്റ്ററിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ 2 പക്ഷത്തു നിന്നും കഴിഞ്ഞ തവണ ഈ വെടിനിർത്തൽ ഒരേപോലെ ലംഘിക്കുകയായിരുന്നു. അതിനെ പരസ്പരം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. എന്നാലും കൂടുതൽ കുറ്റപ്പെടുത്തൽ യുക്രൈനിലേക്കായിരുന്നു കഴിഞ്ഞ വർഷം നീണ്ടത്. പക്ഷേ ഇപ്പോൾ റഷ്യയാണ് ഒരു ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നത്. റഷ്യ ആക്രമണം തുടങ്ങി യുക്രൈനും തിരിച്ചടിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ തവണ എങ്ങനെയാണോ US-ന്റെ മധ്യസ്ഥതയിൽ ഈസ്റ്റർ പ്രമാണിച്ച് ഒരു വെടിനിർത്തൽ ഉണ്ടായി, അത് പരാജയപ്പെട്ടത്, അതുപോലെ തന്നെ ഇതേ വർഷവും ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ട്രംപിന് നിലവിൽ മറ്റ് പല യുദ്ധങ്ങളും അദ്ദേഹം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുമ്പോഴും ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ ട്രംപ് നിരവധി തവണ ഇടപെട്ടിട്ടും യാതൊരു തീരുമാനവുമാകാത്തത് അത് അദ്ദേഹത്തെ ഒരു പരിഹാസ കഥാപാത്രവും ആക്കുന്നുമുണ്ട്. അങ്ങനെ റഷ്യ യുക്രൈൻ യുദ്ധം പുതിയൊരു രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ സ്ഥാപകരിൽ ഒരാളായ അമീർ ഹംസയ്ക്ക് വെടിയേറ്റതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ലാഹോറിൽ വെച്ചാണ് ഇയാൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് വിവരം. ഇയാളുടെ നില വലിയ ഗുരുതരമാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഇയാളടക്കം 17 പേർ ചേർന്നാണ് ലഷ്കർ-ഇ-തോയ്ബ സ്ഥാപിച്ചത്. അജ്ഞാതനായ ആക്രമി വെടിയുതിർത്തതിന് ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിലും ഇയാൾക്ക് ഗുരുതര പരിക്കേറ്റു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ലാഹോറിലെ വീട്ടിൽ വെച്ച് എന്തോ ഒരു അപകടം സംഭവിച്ചു എന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഇയാൾക്ക് ഈയിടെയായി ലഷ്കർ-ഇ-തോയ്ബയുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ള വിവരം കൂടിയുണ്ട്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ലഷ്കറിനുള്ള ഫണ്ട് വരവുമൊക്കെ നിന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിരുന്നു. തുടർന്ന് ഇയാൾക്ക് മറ്റ് ആളുകളിലേക്ക് ഈ നേതൃത്വം കൈമാറുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷേ സമീപകാലത്ത് ചില ബന്ധങ്ങൾ വീണ്ടും ലഷ്കറുമായി സ്ഥാപിക്കാനിരിക്കെയാണ് ഇപ്പോൾ വെടിയേറ്റത് എന്നാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തുവരുന്നത്. UAE-യിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പതുക്കെ തുറക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ നേരിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ മടങ്ങുന്ന പശ്ചാത്തലമൊക്കെയാണ്. പക്ഷേ അപ്പോഴും ചില നിയന്ത്രണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ സ്കൂൾ ബസ്സുകൾ സർവീസ് നടത്തില്ല എന്ന് UAE അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലകളിലെ നഴ്സറികൾ, കിൻഡർ ഗാർഡനുകൾ, സ്കൂളുകൾ എന്നിവയ്ക്കെല്ലാം ഈ നിയന്ത്രണം ബാധകമാണ് എന്നും അറിയിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുകയും തിരികെ കൊണ്ടുപോവുകയും ചെയ്യണം എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ എല്ലാവരും ജോലി ചെയ്യുന്ന വീടുകളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പ്രയാസകരമാണ്. ഒപ്പം ദുബായിലെ സ്വകാര്യ നഴ്സറികൾ, ഏർലി ചൈൽഡ്ഹുഡ് സെൻ്ററുകൾ ഇവയൊക്കെ
ഇന്നു മുതൽ ഘട്ടം ഘട്ടമായി തുറന്ന് പ്രവർത്തിക്കും എന്നുള്ള അറിയിപ്പ് കൂടിയുണ്ട്. സ്കൂളുകൾക്കൊപ്പം സർവകലാശാലകളും തിങ്കളാഴ്ച മുതൽ നേരിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ചില നാശനഷ്ടങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ആഡംബര വിസ്മയമായ ബുർജ് ഖലീഫയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നിരവധി മിസൈലുകളും ഡ്രോണുകളും മറ്റും ഈ മേഖലകളിലേക്ക് എത്തിയിരുന്നു. ഇതൊക്കെ നിർവീര്യമാക്കിയെങ്കിലും ഇവയുടെ അവശിഷ്ടങ്ങൾ വീണ് ഈ ബുർജ് ഖലീഫയുടെ പരിസരമൊക്കെ മലിനമായി എന്നുള്ള വിവരം കൂടി അന്ന് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ 18 മാസത്തേക്ക് ബുർജ് അൽ അറബ് അടച്ചിടാനുള്ള തീരുമാനം അധികൃതർ എടുത്തിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. നവീകരണ പ്രവർത്തനങ്ങൾക്കായാണ് ഇപ്പോൾ ജുമൈറ ഗ്രൂപ്പ് ഇത്തരത്തിൽ ബുർജ് അടയ്ക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്യാധുനിക സൗകര്യങ്ങൾ ഈ മേഖലയിൽ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ബുർജ് ഖലീഫ അധികൃതർ. വിനോദസഞ്ചാര മേഖലയിൽ UAEയുടെയൊക്കെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ തിരിച്ചടിയാണ് സംഭവിച്ചത് ഈ യുദ്ധം. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അടച്ചിടുന്നത് എന്ന സൂചനകൾ പുറത്തു വരുന്നത്. പക്ഷേ ഹോട്ടലിലെ 198 സ്യൂട്ടുകളും അത്യാധുനിക രീതിയിൽ നവീകരിക്കാനാണ്. ഇത് യുദ്ധവുമായി ബന്ധമില്ല എന്നും നേരത്തെ തീരുമാനിച്ച കാര്യമാണ് എന്നും മറ്റുമാണ് ഇപ്പോൾ ബുർജ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും യുദ്ധ സാഹചര്യം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കാരണമായി എന്നുള്ള പ്രധാനപ്പെട്ട വിവരമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ ഡ്രോൺ ആക്രമണങ്ങളിലും മറ്റും പല അവശിഷ്ടങ്ങളും പതിച്ചത് പാം ജുമൈറയിലും ദുബായ് വിമാനത്താവളത്തിലും ഫുജൈറ എണ്ണ വ്യവസായ മേഖലകളിലും മറ്റുമാണ്. അത് വലിയ ആശങ്ക ആ മേഖലകളിൽ സൃഷ്ടിച്ചിരുന്നു. ലോകം ഇന്നുവരെ നേരിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന മുന്നറിയിപ്പ് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ മേധാവി നൽകുന്നുണ്ട്. IEA മേധാവി ഫാത്തി ബിറോളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന വിതരണം തടസ്സപ്പെട്ടത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, യൂറോപ്പിൽ കേവലം 6 ആഴ്ചത്തേക്ക് മാത്രമുള്ള വിമാന ഇന്ധനമാണ് സ്റ്റോക്ക് ഉള്ളത്. അതായത് ഏതാണ്ട് 1.5 മാസത്തേക്കുള്ള വിമാന ഇന്ധനം മാത്രം. 6-7 മാസത്തേക്കുള്ള ഇന്ധനം ഇത്തരത്തിൽ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ കേവലം 1.5 മാസത്തേക്കുള്ള ഇന്ധനം മാത്രമായി വരുന്നത് എന്ന് ബിറോൾ വ്യക്തമാക്കുന്നു. ഇന്ധനം എത്തുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി അത് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ തകർച്ച ഈ മേഖലകളിൽ സംഭവിക്കും. പല നഗരങ്ങളിലൂടെയുള്ള വിമാന സർവീസുകൾ ഉടൻ തന്നെ റദ്ദാക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മധ്യേഷ്യയിൽ നിന്നുള്ള ഊർജ്ജത്തെ കൂടുതലായി ആശ്രയിക്കുന്ന ഇന്ത്യ, ചൈന, ജപ്പാൻ, കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെ ഈ പ്രതിസന്ധി ഏറ്റവും അധികം ബാധിക്കും. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരും. പണപ്പെരുപ്പം കുതിച്ചുയരും. ജപ്പാൻ, കൊറിയ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെ ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും വൻശക്തികൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണമെന്നുമാണ് അദ്ദേഹം IEAയുടെ ചീഫ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഇത്തരമൊരു മുന്നറിയിപ്പ് ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ ഖത്തർ ധനമന്ത്രിയും നൽകുന്ന പശ്ചാത്തലം വളരെ പ്രധാനമാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന കടുത്ത ഊർജ്ജ പ്രതിസന്ധി എന്നുള്ളതാണ്. തങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ പൂർണ്ണമായും വൈദ്യുതി നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പല പ്രദേശങ്ങളും എത്തിച്ചേക്കാം. അതായത് പവർ കട്ട് പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരാം. യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആഗോള ഉത്കണ്ഠ ഇപ്പോൾ ഖത്തർ ധനമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വരികയാണ്. വാഷിംഗ്ടണിൽ നടന്ന അന്താരാഷ്ട്ര രാജ്യാന്തര നാണ്യനിധിയുടെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഖത്തർ പ്രതിനിധി നൽകുന്നത്. എണ്ണ പ്രകൃതിവാതക വിതരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും മറിച്ച് വളം, ഹീലിയം തുടങ്ങിയ മറ്റ് പ്രധാന ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തെയും ഇത് ബാധിച്ചു കഴിഞ്ഞു. കൃഷി മുതൽ സൂക്ഷ്മ വ്യവസായങ്ങൾ വരെയുള്ള ആഗോളതലത്തിലെ സുപ്രധാന മേഖലകൾക്ക് ഇത് ഭീഷണിയാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഇത്തരത്തിൽ കാര്യങ്ങൾ തടസ്സപ്പെട്ടാൽ വ്യവസായങ്ങളെ അത് ഗുരുതരമായി ബാധിക്കുമെന്നും ഖത്തർ ധനമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നലെയാണ് വിനോദ് കാംപ്ലിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പുറത്തു വന്നത്. അദ്ദേഹം മസ്തിഷ്കാഘാതത്തിലേക്ക് പോകുന്നു. തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നു. ആ രക്തം മാറ്റാൻ ഡോക്ടർമാർക്ക് സാധിക്കുന്നില്ല. അത് മാറ്റിയാൽ അത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്, ശസ്ത്രക്രിയയാണ്. അതിനുള്ള ആരോഗ്യം ഇപ്പോൾ തൽക്കാലം വിനോദ് കാംബ്ലിക്കില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത വിനോദ് കാംബ്ലി ആരാധകരെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം കൂടിയായ സച്ചിൻ ടെണ്ടുൽക്കർ, കാംബ്ലിയുടെ അടുത്ത സുഹൃത്താണ്. സച്ചിൻ ടെണ്ടുൽക്കർ കൂടി അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാംബ്ലിയെ സാമ്പത്തികമായും വൈകാരികമായും സഹായിക്കുന്നതിനായി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ സച്ചിനും
അംഗമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാംബ്ലിയുടെ സുഹൃത്തുക്കൾ ചേർന്ന് രൂപീകരിച്ച ദീർഘകാല സുഹൃത്തായ മാർക്കസ് കുട്ടോ രൂപീകരിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. മുൻ ക്രിക്കറ്റ് താരങ്ങൾ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അവരൊക്കെ സാമ്പത്തികമായി കാംബ്ലിയെ സഹായിക്കുന്നുണ്ട്. ഒപ്പം പലരും വിളിച്ച് സംസാരിക്കുകയും മറ്റുമുണ്ട്. ഇതിനിടയിൽ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള വ്യത്യാസം ഇപ്പോൾ ഇല്ല എന്ന ഡോക്ടർമാർ മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരവസ്ഥ. നമുക്കറിയാം, വളരെ അലസമായ ഒരു ജീവിത രീതി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് വിനോദ് കാംബ്ലി. മദ്യപാനം അദ്ദേഹത്തെ വല്ലാതെ തകർത്തിരുന്നു. പുകവലിക്കുന്നതും അദ്ദേഹത്തിന് വലിയ തരത്തിൽ അപകടമുണ്ടാക്കിയ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിജീവിച്ച് മടങ്ങി വരും അദ്ദേഹം ഇനിയും എന്നുള്ള പ്രതീക്ഷയിലാണ് കാംബ്ലിയുടെ ആരാധകർ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ചിത്രം അത് എല്ലാവരിൽ കൗതുകമുയർത്തുന്നതാണ്. മറ്റൊന്നുമല്ല, സൂര്യകുമാർ യാദവ് അമ്പരന്ന് നോക്കുന്ന ഒരു ചിത്രമാണ് ഇത്. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്യാച്ചുകൾ എടുത്ത ശ്രേയസ് അയ്യരുടെ ആ പ്രകടനം കണ്ടാണ് സൂര്യകുമാർ ഇങ്ങനെ അമ്പരന്നിരിക്കുന്നത്. ഇന്നലെ വാങ്കഡെ സ്റ്റേഡിയത്തിലായിരുന്നു കാണികളെ ത്രസിപ്പിച്ച ആ ക്യാച്ച് സംഭവിച്ചത്. ഹാർദിക് പാണ്ഡ്യ ഒരു ഫിനിഷറായി ബാറ്റിംഗ് തുടരുകയായിരുന്നു. ഏതാണ്ട് 6 എന്ന് ഉറപ്പിച്ച ഒരു ഷോട്ട് അത് ശ്രേയസ് അയ്യർ ബൗണ്ടറിയിൽ പറന്ന് അവിശ്വസനീയമായ ഫീൽഡിംഗ് നടത്തി പറന്ന് എടുക്കുന്നു. ബൗണ്ടറിയിൽ തൊടാതിരിക്കാനായി വളരെ വിദഗ്ധമായ അഭ്യാസത്തിലൂടെ അത് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. കൂടെ നിന്ന് ഫീൽഡർ അത് പിടിച്ചെടുക്കുകയും അങ്ങനെ ഹാർദിക് പാണ്ഡ്യയെ പുറത്താക്കുകയും ചെയ്യുകയായിരുന്നു. 18ാം ഓവറിലായിരുന്നു ഈ സംഭവം. മാർക്കോ യാർസൻ എറിഞ്ഞ പന്തിലാണ് വലിയ ഷോട്ടിന് ശ്രമിച്ച് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ശ്രേയസ് അയ്യരുടെ ഇരയാകേണ്ടി വന്നത്. വായുവിലേക്ക് പിന്നിലേക്ക് ഓടിക്കൊണ്ട് പന്ത് കൈക്കലാക്കി ബാലൻസ് തെറ്റി ബൗണ്ടറി ലൈനിന് പുറത്തേക്ക് വീഴുമെന്ന് ഉറപ്പായപ്പോൾ ശ്രേയസ് ലോങ് ഓഫിൽ ഓടിയെത്തിയ സേവർ ബാട്ട്ലറ്റിന് ഈ ബോൾ കൈമാറുകയും ബാട്ട്ലറ്റ് അത് കൈക്കലാക്കുകയും തുടർന്ന് ക്യാച്ചോടുകൂടി ഹാർദിക് പാണ്ഡ്യ ഔട്ടാവുകയും ചെയ്തു. കമന്റേറ്റർമാരൊക്കെ വലിയ തോതിൽ ശ്രേയസിനെ അഭിനന്ദിച്ചു. അത് കണ്ട സഹതാരം കൂടിയായ ഇന്ത്യൻ ടീമിലെ സഹതാരം കൂടിയായ സൂര്യകുമാർ യാദവ്, ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവിന് അത് വിശ്വസിക്കാനായില്ല. ഇതെങ്ങനെ സാധിച്ചു എന്ന് മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. വാർത്തകൾ തുടരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ നടൻ ബോബി കുര്യനെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ ഇയാൾ സഹായിച്ചുവെന്നാണ് പോലീസിന്റെ നിഗമനം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ഈ ബോബി കുര്യന്റെ കാറിലാണ് രഞ്ജിത്ത് ഒളിവിൽ പോകാൻ ശ്രമിച്ചത് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിൽ രഞ്ജിത്തിനെ എടുത്തപ്പോഴും ബോബി കുര്യന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് തേടിയിരിക്കുന്നത് നടനിൽ നിന്ന്? രഞ്ജിത്ത്, മെനിഞ്ഞാന്നാണ് ബോബി കുര്യന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോബി കുര്യൻ പറയുന്നത് അന്ന് രഞ്ജിത്തിനോടൊപ്പം മൂന്നാറിലേക്ക് പോകുന്ന വഴി തന്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ബന്ധുവിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് രഞ്ജിത്തും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശാലിനിയെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയതെന്നാണ്. പക്ഷെ ആ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം ഈ രഞ്ജിത്ത് അവിടെ സിനിമാ സെറ്റിൽ നടത്തിയ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ബോബി കുര്യൻ അടക്കമുള്ള സഹപ്രവർത്തകർക്ക് അറിയാമായിരുന്നു. ഇങ്ങനെ ഒരു കേസ് വരും, അല്ലെങ്കിൽ രഞ്ജിത്തിനെ കൊടുക്കാനുള്ളൊരു ശ്രമമാണ് എന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചതാണ് ബോബി കുര്യനും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശാലിനിയും എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധുവിനെ കാണാൻ പോയി എന്നുള്ളൊരു മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. വീണ്ടും ബോബി കുര്യനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഈ ശാലിനിയും അന്ന് ഒപ്പം ഉണ്ടായിരുന്നു. അതായത് ഈ കാരവാനിലേക്ക് രഞ്ജിത്ത് ഈ പെൺകുട്ടിയെ ക്ഷണിക്കുന്ന സമയത്ത് കാരവാന്റെ പുറത്ത് ശാലിനിയും ഉണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നത്. അതനുസരിച്ചാണ് ശാലിനിയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ശാലിനിയിൽ നിന്നും പ്രധാനമായും തേടുന്നത് അങ്ങനെ പെൺകുട്ടിക്കൊരു അതിക്രമം നേരിട്ട കാര്യം ശാലിനിക്ക് അറിയാമായിരുന്നു, എന്തുകൊണ്ട് അത് പോലീസിൽ പരാതിപ്പെട്ടില്ല, ഒത്തുതീർപ്പടക്കമുള്ള കാര്യങ്ങളിൽ ശാലിനിയും ഇടപെട്ടിട്ടുണ്ടോ, ഈ കാര്യങ്ങളായിരിക്കും പോലീസ് പ്രധാനമായും ശാലിനിയിൽ നിന്നും വിവരങ്ങൾ തേടുക. എന്തായാലും നിലവിൽ രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഉള്ള നിയമങ്ങളെല്ലാം പാലിക്കണം, അല്ലെങ്കിൽ തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം, എല്ലാ തിങ്കളാഴ്ചയും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നീ നിബന്ധനകളൊക്കെ രഞ്ജിത്തിനുണ്ട്. ഈ സാക്ഷികളുടെയും അല്ലെങ്കിൽ അന്ന് രക്ഷപ്പെടാൻ സഹായിച്ചവരുടെയൊക്കെ മൊഴി താരതമ്യപ്പെടുത്തിയിട്ടായിരിക്കും രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യുക. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലായിരിക്കും നടക്കുക.
കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം നൽകുക എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ കേസ്. ഇൻസ്റ്റാ ആപ്പ് എന്ന ലോൺ ആപ്പിനെതിരെയാണ് കേസ്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി ഇന്ന് കോളേജിൽ തെളിവെടുപ്പ് നടത്തും എന്നാണ് വിവരം. ആരോപണ വിധേയനായ അനാട്ട വിഭാഗം മേധാവി ഡോക്ടർ റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, പലവിധ കാരണങ്ങൾക്കൊപ്പം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഭീഷണിയും നിതിനെ ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചു എന്നുള്ള സൂചന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ, തേടിയിട്ടുണ്ടോ? അന്വേഷണ പരിധിയിൽ നേരത്തെ തന്നെ ലോൺ ആപ്പിന്റെ പങ്കുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ നടപടികൾ എന്താണ്? അതെ രഞ്ജിത്ത്, ചക്കരക്കൽ പോലീസാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ചക്കരക്കൽ പോലീസ് സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും വളരെ പ്രധാനമാണ്. എന്തായാലും നിതിനെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ഈ ഒരു കേസ്. അതോടൊപ്പം തന്നെ ഈ അധ്യാപിക ലതാ ശശിധരന്റെ പരാതി കൂടി ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സൈബർ പോലീസിൽ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനൊരു കേസ്. നിതിനെ മാനസികമായി ഇത്തരത്തിൽ നിരന്തരം പീഡിപ്പിച്ചു എന്ന ഒരു കേസിൽ മൊബൈൽ ആപ്പ് അധികൃതർക്ക് എതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പോലീസ് അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ തന്നെ ഇന്ന് ആരോഗ്യ സർവകലാശാല സമിതി അംഗങ്ങൾ തെളിവെടുപ്പിനായി ഇന്ന് കോളേജിലെത്തുന്നുണ്ട്. 10 മണിയോടുകൂടി സംഘം കോളേജിലെത്തും. വിദ്യാർത്ഥികൾ, സഹപാഠികൾ, ജീവനക്കാർ ഇവരിൽ നിന്ന് എല്ലാം മൊഴിയെടുക്കും. അതിനുശേഷം ഈ വിശദമായ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കോളേജിന്റെ അംഗീകാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഗവർണറുടെ ഭാഗത്തുനിന്നുള്ള നടപടി ഉണ്ടാവുക. കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിലെത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു പക്ഷേ നാളെ ഇത് സംബന്ധിച്ച്, അതായത് നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും കൂടുന്ന ഒരു വിശദമായ വാർത്താ സമ്മേളനം സിറ്റി പോലീസ് കമ്മീഷണറുടെ നാളെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. ഏതായാലും ലോൺ ആപ്പ് മാത്രമല്ല നിതിൻ ഇങ്ങനെ ഒരു മരണത്തിന് അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ ഇടയായതെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് വിശദമാക്കും. ഈ തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ ആരോപണ വിധേയനായ റാം എന്ന് പറയുന്ന അധ്യാപകനെ പുറത്താക്കിയതോടുകൂടി സമരങ്ങൾ അതല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് ചെറിയൊരു അയവുണ്ടാകാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് കോളേജ് അധികൃതർക്കുള്ളത്. ഏതായാലും ഈ അധ്യാപകനെ പിരിച്ചു വിടാതെ, അതായത് പുറത്താക്കാതെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറില്ല എന്ന ഒരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, വിവിധ പാർട്ടി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതെല്ലാം തണുപ്പിക്കാൻ ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ പുറത്താക്കിയതോട് കഴിയുമെന്നൊരു വിലയിരുത്തലുണ്ട്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി ഈ അധ്യയനം വീണ്ടും സജീവമാകുന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഈ മാനേജ്മെന്റ് തലത്തിലുള്ള ഒരു ചർച്ച കൂടി ഇന്നുണ്ടാകും. മറ്റ് ചില ആവശ്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾക്ക് മേലുള്ള ഒരു തീരുമാനവും ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി മറ്റൊരു അധ്യാപിക സംഗീത എന്ന് പറയുന്ന ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കും. എന്തായാലും 7 ദിവസമായിരിക്കുന്നു നിതിൻ ഇത്തരത്തിൽ ജീവനൊടുക്കിയിട്ട്. കൂടുതൽ അന്വേഷണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിശദമായ വിവരങ്ങൾ പോലീസ് നാളെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശശി തരൂർ MP-യുടെ പരിചയപ്പെടുത്തലിലൂടെ വൈറൽ താരമായിരിക്കുകയാണ് കൊച്ചിയിൽ താമസിക്കുന്ന പഞ്ചാബ് സ്വദേശിയായ മൊഹീന്ദർ സിംഗ് സേthi. വർഷങ്ങളായി കൊച്ചിയിലാണ് മൊഹീന്ദറും അനുജന്മാരും ഉൾപ്പെടെ കുടുംബം താമസിക്കുന്നത്. കേരളത്തിൽ സ്ഥിരതാമസമായതോടെ മാതൃഭാഷ പോലെ തന്നെയായി ഇവർക്ക് മലയാളവും. കോഴിക്കോടെ മലയാളം സംസാരിക്കുന്ന പഞ്ചാബി എന്നാണ് ശശി തരൂർ ഇവരെ പരിചയപ്പെടുത്തിയത്. പഞ്ചാബി ഹൗസ് എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ചോദിക്കുന്നുണ്ട്, ആശാൻ്റെ കവിത ചൊല്ലുന്ന പഞ്ചാബികളെ കണ്ടിട്ടുണ്ടോ എന്നെല്ലാം തന്നെ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ ഈ മലയാളം വളരെ നന്നായി അനായാസമായി കൈകാര്യം ചെയ്യുന്ന മലയാളികൾ ഇവിടെ പലയിടത്തും തന്നെയുണ്ട്. കൊച്ചിയിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും. അതിൽ ഒരാളെ കഴിഞ്ഞ ദിവസം ശശി തരൂർ MP തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പരിചയപ്പെടുത്തുന്നു. മൊഹീന്ദർ സിംഗ് സേthi. നമസ്കാരം. മൊഹീന്ദർ സിംഗ് സേthi ഇവിടെ കേരളത്തിലേക്ക് എത്തിയിട്ട് വർഷങ്ങളായൊരു മുൻ IAS ഉദ്യോഗസ്ഥൻ്റെ മകനാണ്. കുടുംബവും എല്ലാമായിട്ട് വർഷങ്ങളായി ഇവിടെയാണ്. സേthi പറയൂ, എങ്ങനെയാണ്? അത് ആക്ച്വലി എൻ്റെ ഫാദർ വന്ന് പുള്ളി ഒരു IAS ഓഫീസറായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ഫ്രണ്ട് ഉണ്ടായി ഇവിടെ. അങ്ങനെ പുള്ളി ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോൾ പുള്ളിക്ക് ഇവിടെ സ്ഥലം ഇഷ്ടപ്പെട്ട് പുള്ളി ഇവിടെ തന്നെ താമസിക്കുന്ന പുള്ളി ഒരു മനസ്സിലൊരു തീരുമാനമെടുത്ത്
അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ഓട്ടോമൊബൈൽ ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഓട്ടോമൊബൈൽ ബിസിനസ് നല്ലതായിട്ട് പോകണ്ടേ. അപ്പോൾ എൻ്റെ അമ്മ ഒരു ഭയങ്കര ഫുഡി ആയിരുന്നു. അപ്പോൾ അവർ ഭയങ്കര ഫുഡിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അമ്മ 2014 എക്സ്പയറായി. അപ്പോൾ ഈ എക്സ്പയർ ആയപ്പോൾ തന്നെ അവർക്കൊരു എംബിഷൻസ് ആയിരുന്നു, മനസ്സിൽ ആഗ്രഹമായിരുന്നു ഒരു പഞ്ചാബി ഒരു ഫുഡിന് റെസ്റ്റോറൻറ്റ് കൊച്ചിയിൽ വേണമെന്നും അവർക്കൊരു വലിയ എംബിഷൻ. അവർ പഞ്ചാബിൽ ജനിച്ച് വളർന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒത്തൻറ്റിക് ഫുഡ് കേരളത്തിൽ കിട്ടൂലായിരുന്നു. അപ്പോൾ അവരൊരു നമ്മൾ എവിടെ പോയാലും എല്ലാം ഉണ്ടാവും, ചൈനീസ് എല്ലാം കൂടി മിക്സ് ആയിരിക്കും. അപ്പോൾ ഒരു ബേസിക്കലി ഒരു ഒത്തൻറ്റിക് പഞ്ചാബി ഫുഡ് അവൈലബിലിറ്റി ഉണ്ടായില്ല ഇവിടെ. അപ്പോൾ അങ്ങനെ മമ്മി 2014 എക്സ്പയർ ആയപ്പോൾ തന്നെ അതിലും വേറൊരു മിസ്റ്ററി ഉണ്ട്. അമ്മ 2014 ജനുവരി 1-ാം തീയതി. അപ്പോൾ ഞാനിങ്ങനെ അടിച്ച് പൊളിച്ച് കടന്ന് കറങ്ങിയ ഒന്ന് ഫസ്റ്റ് ആഘോഷിച്ചു തന്നെയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എനിക്ക് ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ അമ്മേൻ്റെ ഒപ്പം കിടക്കുമായിരുന്നു. അപ്പോൾ അന്ന് രാത്രി അമ്മ മരിക്കണം. അപ്പോൾ എന്തൊരു വാക്ക് പറഞ്ഞു, മോനെ നമുക്ക് ആശുപത്രി പോകാൻ പറ്റില്ല. അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മനസ്സിൽ ഞാൻ തീരുമാനിച്ച് എനിക്ക് അമ്മേൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ചെയ്യണമെന്നൊരു മനസ്സിൽ കൽപ്പിച്ചു. അപ്പോൾ അനിയനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ 2014 ജനുവരി 1-ാം തീയതി അമ്മ മരിക്കണേണ്. 2015 ഫെബ്രുവരി ഞങ്ങൾക്ക് ഇത് ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ 2015 ഇത് ഞങ്ങൾ ഡബ തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കുന്നു, എങ്ങനെ ഇവിടെ കേരളത്തിൽ എങ്ങനെ ഒരു പഞ്ചാബി ഫുഡ് ഹിറ്റാവും, ഇവിടെ എല്ലാവരും വിളിച്ച് കോക്കനട്ട് ഓയിലാണ് കഴിക്കണത്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഞങ്ങളെ ആലോചന ചെയ്ത്. അപ്പോൾ ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായി, അമ്മേൻ്റെ പേരിൽ തുടങ്ങണമെന്ന്. അവർ അമ്മേൻ്റെ ഒരു മനസ്സിൽ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് തുടങ്ങി. പക്ഷെ ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷയില്ല, ഇത്ര ഞങ്ങൾക്ക് റെസ്പോൺസ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല. ഇവിടേക്ക് വരുമ്പോൾ ഈ റെസ്റ്റോറൻ്റ് ഒരു വിജയം ആയി. അതിനോടൊപ്പം തന്നെ ചോദിക്കുകയാണ്, ഈ തലയിൽ ടർബനും ഇതെല്ലാം കണ്ട് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ ഇപ്പോഴും ഒരുപക്ഷെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കാം. അതെ 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 അത് എങ്ങനെയാ തിരിച്ചവരോട് അത് പണ്ട് ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ എല്ലാവരും ഹിന്ദി ഇംഗ്ലീഷ് പറയും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി അറൗണ്ട് ഒരു 6 മാസം മുമ്പ്. അപ്പോൾ ഞാൻ അത് വേൾഡ് വൈഡ്. അപ്പോൾ എനിക്ക് അമേരിക്കനും ലണ്ടനൊക്കെ ഫോണിന് അവർക്ക് അതിശയമെന്ന് ഈ സർദാർജി ഇങ്ങനെ ഒരു ഒത്തൻറ്റിക് ആയിട്ട് മലയാളം പറഞ്ഞത് ഞങ്ങൾക്ക് മൂലം അത്രയും ഫ്ലുവൻ്റ് സംസാരിക്കും. അത് എൻ്റെ ഒരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ പറയാം. ഞാനിവിടെ ജനിച്ച് വളർന്ന് ഞാൻ പഠിച്ചത് എല്ലാം ലോക്കൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് എല്ലാം ലോക്കലാണ്. അങ്ങനെ എനിക്ക് കുറച്ച് ഇൻട്രാക്റ്റ് കൂടുതലും ലോക്കൽസ് ചെയ്തപ്പോൾ എനിക്ക് ഫ്ലുവൻസി കിട്ടി. അത് ദൈവത്തെ അനുഗ്രഹം. പക്ഷേ കേരളം എന്ന് പറഞ്ഞാൽ ഞാൻ പല സ്റ്റേറ്റിലും പലയിടത്തും ട്രാവൽ ചെയ്യുന്നു. കേരളം പോലെ സ്റ്റേറ്റ് ഇങ്ങും ഇന്ത്യയിലില്ല. പീപ്പിൾ ആർ വെരി ജെനുവൻ. ശരിക്കും അവരുടെ അടുത്ത് ഹോണസ്റ്റാണ്. ദേ ലവ് അസ് ഫ്രം ഹാർട്ട്. എന്നെ എത്ര പേര് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടണ ഇവിടുത്തെ ആൾക്കാർ, അവർ ഫുഡ് കഴിച്ചിട്ട് അവർ സന്തോഷവുമാ. എനിക്ക് നല്ലൊരു സന്തോഷം കിട്ടും. ഐ ഫീൽ വെരി ഹാപ്പിനെസ്. വയറ് എവിടെ പോലും നിറയും, മനസ്സ് നിറയണം. അപ്പോൾ ഫുഡ് ഇപ്പോൾ എവിടെ പോലും ഫുഡ് കിട്ടും. അപ്പോൾ ഞങ്ങളുടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കൊടുക്കുക, മെയിനായിട്ട് നല്ല ഫുഡ് കൊടുക്കുക. ആൾക്കാർക്ക് ഒരു പഞ്ചാബി ഫുഡിന് ഇപ്പോൾ ക്രേസായി തുടങ്ങി. പിന്നെ ഞങ്ങൾ ആവശ്യമില്ലാതെ ഒരു സാധനം ഒരു ഹൗസ് മെയ്ഡ് ഫുഡ് പോലെയാണ്. അതും ഞങ്ങൾ ഹയർ ചെയ്യാൻ ഞങ്ങൾക്ക് ഈ കോവിഡ് വന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുകൾ ഒറ്റയടിക്ക് ഇട്ടുപോയി. അപ്പോൾ ഞങ്ങൾ കൂടി ആരുമില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പം ഞാനും ബ്രദറും പോയി സ്റ്റേഷനിൽ പോയിട്ട് 2 ബിഹാരികളെ പൊക്കിക്കൊണ്ടു. അവരെ ഹെൽപ്പറായിട്ട് വെച്ച് പിന്നെ ഞങ്ങൾ റെസിപ്പികളുണ്ടാക്കി. പിന്നെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഞ്ചാബിലൊക്കെ പോയിട്ട് കുറച്ച് ബേസിക്കലി അറിയണ ആൾക്കാരെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങളുടെ രീതിയിൽ അവരെ കൊണ്ട് പണിയെടുപ്പിച്ച്. ഇതാണ് ഞങ്ങളുടെ റെസിപ്പി. നിങ്ങൾ ആര് വന്നാലും ഈ റെസിപ്പിയിൽ ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്ത്, എൻ്റെ ബ്രദറും ഞാനും കൂടി അവരെ ട്രെയിൻ ചെയ്ത് അവരെ പഠിപ്പിച്ച് ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കണത് ഞങ്ങൾ അവരെ പഠിപ്പിച്ച്. അപ്പം അതും കൊണ്ട് ഇപ്പം ഞങ്ങൾ ഒരു പ്രൊഫഷണൽ ആൾ വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൊഫഷണൽ ആൾക്കാരും ഈ റോ ആൾക്കാരെയും ഉണ്ടാക്കുന്ന സ്പീഡും കാലിബറും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കേരളം വന്നിട്ട് എത്രത്തോളം ഇഷ്ടപ്പെടും, എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്? നേരത്തെ കേരളത്തെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. കുടുംബം മുഴുവനായിട്ട് ഇവിടേക്ക് സെറ്റ് ചെയ്തോ നിങ്ങൾ? അതെ അതെ, എനിക്ക് പഞ്ചാബിയാണ്, പക്ഷെ ഒഴുക്കോടെ മലയാളം സംസാരിക്കാൻ കഴിയുന്നു. രുചികരമായ വിഭവങ്ങളും മലയാളികൾക്കായി സേത്തി സമ്മാനിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടുന്ന പശ്ചാത്തലത്തിൽ KSEBയുടെ ഉന്നതതല യോഗം ഇന്ന് ചേരും. വേനൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയരുന്നത്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, കഴിഞ്ഞ ദിവസം റെക്കോർഡ് ഉപഭോഗമായിരുന്നു വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ. അത് പരിഹരിക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. അത് വർദ്ധിച്ചാൽ പുറത്തുനിന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായി വാങ്ങേണ്ടി വരും. ഇപ്പോൾ പ്രതിസന്ധിയെ അതിജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ
സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു? ഒപ്പം ചൂടിന്റെ അവസ്ഥ, കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം എന്താണ്? രഞ്ജിത്ത്, KSEBിയുടെ കണക്കുകൾ പ്രകാരം ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണത്തിന്റെയോ ഒപ്പം തന്നെ പവർ കട്ട് അല്ലെങ്കിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നാണ് വിലയിരുത്തൽ. പക്ഷേ ഇത്തരത്തിൽ, അതായത് കൂടിയ ഉപഭോഗം കുറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമായേക്കും. അതുകൊണ്ട് തന്നെ അത് വിലയിരുത്താൻ വേണ്ടിയാണ് ഇന്ന് വൈകുന്നേരം ഉന്നതതല ചർച്ച നടക്കുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം, കനത്ത ചൂട് കേരളത്തിൽ തുടരുകയാണ്. പക്ഷേ അതിനിടയിൽ ചെറിയൊരു ആശ്വാസം എന്ന നിലയിൽ 7 ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കൊല്ലം തുടങ്ങിയ 7 ജില്ലകളിലാണ് ഇപ്പോൾ നേരിയ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മറ്റുള്ള ജില്ലകളിൽ, അതായത് വടക്കൻ ജില്ലകളിലടക്കം ചൂട് തുടരാനാണ് സാധ്യത. നിലവിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്, 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ പോലും നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂട് എന്ന് പറയുമ്പോൾ അതിന് കൂടുതലായിരിക്കും. കാരണം തീരദേശ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന പല ജില്ലകളിലും ഹ്യൂമിഡിറ്റി കൂടുതൽ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ചൂട് ജനങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഗ്യാസിന്റെ ലഭ്യത അടക്കം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കുടുംബങ്ങളടക്കം, അതായത് ഒരു ഭൂരിഭാഗം ജനങ്ങളും ഇൻഡക്ഷൻ കുക്കറിലേക്ക് അടക്കം, അതായത് ഇൻഡക്ഷൻ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അതും ഈ ഒരു വൈദ്യുതി ഉപയോഗത്തിന് കൂടാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇന്നത്തെ ഒരു അവലോകന യോഗത്തിന് ശേഷം മാത്രമായിരിക്കും KSEBിയുടെ വരും ദിവസങ്ങളിലെ എന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിയന്ത്രണത്തിലേക്ക് അടക്കം നീങ്ങേണ്ട കാര്യമുണ്ടോ, അല്ല നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയുള്ളൂ. എന്തിനായാലും ചൂടിന് ഈ 7 ജില്ലകളിൽ ഒരു ആശ്വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തടക്കം സിറ്റി മേഖലകളിലടക്കം ചെറിയൊരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. മറ്റ് ജില്ലകളിലും ഒരു മഴയുടെ സാധ്യത കാലാവസ്ഥാ പ്രവചന കേന്ദ്രം ഇന്ന് അറിയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് ഇനി 9 മണി വാർത്ത പൂർത്തിയാക്കാം. KP അഭിലാഷ് ചേരും ന്യൂസ് ട്രെൻഡ്സുമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.